ഹായ് എവറിബഡി. നിങ്ങളിൽ ഒരുപാട് പേര് ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിനും അതേപോലെ തന്നെ കേരള പോലീസിന്റെ ഫിംഗർ പ്രിന്റ് സെർച്ചർ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. സോ ഈ രണ്ട് എക്സാമുകൾക്ക് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ സെയിം സിലബസിൽ ഒരു എക്സാം 2 വർഷം മുൻപേ കേരള സിറാമിക്സ് ലിമിറ്റഡ് നടത്തിയിരുന്നു. സോ വളരെ റീസെൻ്റ് ആയി നടന്ന എക്സാമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കേരള PSCയുടെ എക്സാം പാറ്റേൺ ഒക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. മോറോവർ സെയിം സിലബസ് ആണ്. അതുകൊണ്ട് ഈ ഡിസ്കഷൻ സീരീസ് മുഴുവനായിട്ടും കണ്ടു തീർക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും നമുക്ക് സെഷനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ ലൈമാൻ സീരീസ്. നമുക്കറിയാം ലൈമാൻ സീരീസ് എന്നൊക്കെ പറയുന്നത് UV റീജിയനിൽ ഫോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. ലൈമാൻ UV റീജിയനിലാണ്. ഇവരുടെ വേവ് ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1π λ = RH, റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് ആണ്. Z² 1πN1² മൈനസ് 1πN2² എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ N1ൻ്റെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഞാനിവിടെ കാണിച്ചു തരാം. N1ൻ്റെ വാല്യൂ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ലൈമാൻ സീരീസ് ആയിരിക്കും. ഇത് ഫോൾ ചെയ്യുന്നത് UV റീജിയനിലാണ്. N1ൻ്റെ വാല്യൂ 2 ആണെങ്കിൽ ബാമർ സീരീസ് ആയിരിക്കും. ഇതെവിടെയാണ്? വിസിബിൾ റീജിയനിലാണ്. 3, 4 ഒക്കെ ആണെങ്കിൽ പാഷൻ ബ്രാക്കറ്റ് എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താണ്? ഇൻഫ്രാറെഡ് റീജിയനിലാണ് ഫോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ലാംഡ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ N2ൻ്റെ വാല്യൂ തന്നിട്ടില്ല അല്ലേ. എവിടെ നിന്നാണ് ഇവിടെ ഫോൾ ചെയ്യുന്നത്? 2ൽ നിന്ന് 1ലേക്കാണോ 3ൽ നിന്ന് 1ലേക്കാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെ N2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും? ഇവിടെ ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഹിൻഡ്. നോക്കൂ, ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ഈസ് ഈക്വൽ ടു Hν, അല്ലെങ്കിൽ ന്യൂവിനെ എങ്ങനെ എഴുതാം? Hc/λ. അപ്പോൾ നിങ്ങൾ പറയൂ ലാംഡ ഷോർട്ടസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനർജി എന്തായിരിക്കും? എനർജി ഇൻക്രീസ് ചെയ്യത്തില്ലേ? എനർജി എന്തായിരിക്കും? ലാർജസ്റ്റ് ആയിരിക്കും. എനർജി ലാർജസ്റ്റ് ആയിരിക്കും. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഹിൻഡ്. നോക്കൂ, ഇനി ഏത് ട്രാൻസിഷൻ ആയിരിക്കും കൂടുതൽ എനർജി ഉണ്ടാവുക? 2ൽ നിന്ന് 1ലേക്ക് വരുന്നതിനാണോ അല്ലെങ്കിൽ 3ൽ നിന്ന് 1ലേക്ക് വരുന്നതിനാണോ? ഇവരെ കമ്പയർ ചെയ്യുമ്പോൾ 3ൽ നിന്ന് 1ലേക്ക് വരുന്നതിനല്ലേ കൂടുതൽ എനർജി ഉണ്ടാകുക. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഷോർട്ടസ്റ്റ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള ട്രാൻസിഷൻ ഏതായിരിക്കും? വിച്ച് മീൻസ് ഇതെന്തായിരിക്കും? 5 ആണോ 6 ആണോ? അല്ല, N2 എന്തായിരിക്കും? N2 ഇൻഫിനിറ്റി. അപ്പോൾ N2ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അതായത് ലാർജസ്റ്റ് എനർജി ഉള്ള ട്രാൻസിഷൻ, അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് 1ലേക്ക് വരുമ്പോഴായിരിക്കും ഏറ്റവും വലിയ എനർജി ഉള്ള ട്രാൻസിഷൻ നടക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിംപ്ലി എന്ത് എഴുതാം? 1π λ = RH. Z² എന്താണ്? ഹൈഡ്രജൻ തന്നെയാണ്. അപ്പോൾ 1² ആണ്. 1/1². ലൈമാൻ്റെതാകുമ്പോൾ N1 എന്താണ്? 1 ആണ്. മൈനസ് 1/∞². അപ്പോൾ 1/∞, ഇത് നിങ്ങൾക്കറിയാം അല്ലേ. 1/10 എന്ന് പറഞ്ഞാൽ 0.1 ആണ്. 1/100 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0.01 ആണ്. അപ്പോൾ 1/∞ എന്നൊക്കെ പറയുന്നത് അത്രയും ചെറുതായിരിക്കും. നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 1π λ = RH എന്ന് നമുക്ക് കിട്ടും. നോക്കൂ, ബേസിക്കലി നമുക്ക് 1π λ എന്നുള്ളത് RH, റിഡ്ബർഗ്സ് കോൺസ്റ്റന്റ് എന്ന് കിട്ടും. അതായത് ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുകയാണെങ്കിൽ 1/RH എന്ന് കിട്ടും. ആൻഡ് ദിസ് വാല്യൂ യു ഷുഡ് നോ ദിസ് ഇസ് 912 ആങ്സ്ട്രോം ആണ്. 912 ആങ്സ്ട്രോം. അങ്ങനെയുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടോ? യെസ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ബട്ട് യെസ്, 91.2 നാനോമീറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ A ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. 1/RHൻ്റെ വാല്യൂ എന്താണ്? 912 ആങ്സ്ട്രോം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ കുറച്ച് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആണ്. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ എന്താണ്? വളരെ എളുപ്പമാണ്. ദ ഡൈപോൾ മൊമെന്റ് ഓഫ് HCl ഇസ് ഗിവൺ ആസ് വാട്ട്? 1.03. നോക്കൂ, 1.03 ഡിബേ എന്ന് തന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റം എന്താണ്? 127 പിക്കോമീറ്റർ എന്നും തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എ പെർസെൻറ്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ ഓഫ് HCl ബോണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ എങ്ങനെ കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ ഇസ് ഈക്വൽ ടു mu experimental by mu theoretical into 100 എന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെർസെൻറ്റേജ് ഓഫ് അയണിക് ക്യാരക്ടർ. നോക്കൂ, HClനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യണം? ഒരു അയോണിക് ബോണ്ട് പോലെ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ മ്യൂ എക്സ്പെരിമെൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ. ഡൈപോൾ മൊമെൻറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 1.03 ഡിബേ ആണ്. 1.03 ഡിബേ എന്ന് തന്നിട്ടുണ്ട്. നോക്കൂ, ഇനി എങ്ങനെ മ്യൂ തിയററ്റിക്കൽ എങ്ങനെ കണ്ടുപിടിക്കാം?
തിയററ്റിക്കൽ ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ ആയിരിക്കും ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക. ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ക്യൂവിൻ്റെ വാല്യൂ എന്തായിരിക്കും, 1 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 1.6 ഇൻറ്റു 10⁻⁻19. ഇനി ഡിസ്റ്റൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ്, 127 പിക്കോമീറ്റർ ആണ്, 10⁻⁻12. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 203.2 ഇൻറ്റു 10⁻⁻31, 19 + 12 എന്ത് വരും, -31 കൂളോം മീറ്റർ എന്ന് നമുക്ക് കിട്ടും. കാരണം എന്താണ്, ക്യൂവിൻ്റെ യൂണിറ്റ് എന്താണ്, കൂളോം ആണ്. അതേപോലെ ഡി എന്താണ്, മീറ്റർ ആണ്. സോറി, ഇവിടെ പിക്കോമീറ്റർ അല്ല, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൂളോം മീറ്റർ, സെൻറ്റിമീറ്റർ ഒന്നും വായിച്ച് കളയരുത് കേട്ടോ. ദിസ് ഇസ് കൂളോം മീറ്റർ. ഓക്കെ, ഇനി പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഡിബയിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഈ കൂളോം മീറ്ററിനെ ഡിബയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ആൻഡ് വി നോ ദിസ് റിലേഷൻ, നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, 1 ഡിബേ എന്ന് പറഞ്ഞാൽ 3.3 ഇൻറ്റു 10⁻⁻30 കൂളോം മീറ്റർ ആണ് അല്ലേ. അങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഡിവൈഡ് ചെയ്യുക. എത്രയാണ്, 203.2 ഇൻറ്റു 10⁻⁻31 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, 3.3 ഇൻറ്റു 10⁻⁻30. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത്രയും ഡിബേ കിട്ടും. എത്രയായിരിക്കും അത്, 61.5 ഇൻറ്റു 10⁻⁻1 ഡിബേ എന്ന് നമുക്ക് കിട്ടും. നോക്കൂ എന്താ സംഭവിക്കുന്നത്, ഇവിടെ ഇങ്ങോട്ട് വന്നു 10⁻, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 6.1 ഡിബേ എന്ന് നമുക്ക് കിട്ടും. കാൽക്കുലേഷൻസ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് മ്യൂ എന്ത് കിട്ടി, തിയററ്റിക്കൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മ്യൂ തിയററ്റിക്കൽ കിട്ടി. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്, ക്യൂ ഇൻറ്റു ഡി ആണ്, 1.6 ഇൻറ്റു 10⁻⁻19. പിന്നെന്താണ് ഇവിടെയുള്ള ഡിസ്റ്റൻസ്, സിംപ്ലി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ കിട്ടുന്നു. എന്നിട്ട് ഈ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, ഡിബയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിബയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ കൺവേർഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്, 3.3 ഇൻറ്റു 10⁻⁻30. അങ്ങനെയാകുമ്പോൾ ചെയ്താൽ 6.1 ഡിബേ എന്ന് കിട്ടും. ഇനി സിമ്പിളാണ്, പെർസെൻറ്റേജ് ഓഫ് ആനി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, മ്യൂ എക്സ്പെരിമെൻ്റൽ എത്രയാണ്, 1.03 ആണ്, ഡിവൈഡഡ് ബൈ എന്തായിരിക്കും, 6.1 ഇൻറ്റു എന്ത് വരും, 100 എന്ന് വരും. വിച്ച് ഇസ് ബേസിക്കലി എത്രയായിരിക്കും, ഇത് 103/6.1 എന്ന് നമുക്ക് എഴുതാം. വിച്ച് ഇസ് ബേസിക്കലി എത്രയായിരിക്കും, അറൗണ്ട് ഒരു 15 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 15 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 90 ആയിരിക്കും. അപ്പോൾ 16 ആയിരിക്കും. യെസ്, അറൗണ്ട് ഒരു 16-17 വാല്യൂ ആയിരിക്കും. യെസ്, അപ്പോൾ എന്തായിരിക്കും, ഓപ്ഷൻ ഡി 16.9 എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് വരും. നോക്കൂ, ഈ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, 609 ഒന്നും എന്തായാലും വരത്തില്ല, 6ഉം വരത്തില്ല. എന്തായിരിക്കും, നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഓപ്ഷനിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. 16.9ഉം 17ഉം 17.1ഉം ഇങ്ങനെയല്ലല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റഫ്ലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. കുറച്ച് കാൽക്കുലേഷൻസ് ഇൻവോൾവ് ആണ്, എന്നാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം എന്താ ചോദിച്ചിരിക്കുന്നത്, കാൽക്കുലേറ്റ് ദി ഫോർമൽ ചാർജ് ഓഫ് സൾഫർ ഇൻ SO2 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ SO2 എന്ന് പറയുമ്പോൾ സൾഫറിൻ്റെ വാലൻസ് ഇലക്ട്രോൺ എത്രയായിരിക്കും, 6 ആണ്. നമുക്ക് സിംപ്ലി ഇങ്ങനെ വരയ്ക്കാം അല്ലേ. ഓക്സിജൻ പൈ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക, അതായത് ഡബിൾ ബോണ്ട് ആയിരിക്കും ഫോം ചെയ്യുക. 4 ഇലക്ട്രോൺ ഓൾറെഡി യൂസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ലോൺ പെയറും ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഫോർമൽ ചാർജിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു, നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഇൻ ഫ്രീ ആറ്റം മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ്, അതായത് ലോൺ പെയർ ആണ് പറയുന്നത്, മൈനസ് ഹാഫ് ഇൻറ്റു നമ്പർ ഓഫ് ബോണ്ടഡ് ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഫ്രീ ആറ്റം സൾഫറിൽ എത്ര വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, യെസ് 6 ആണ്, മൈനസ് നമ്പർ ഓഫ് നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ്, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ, 6 മൈനസ് 2 മൈനസ് ഹാഫ് ഇൻറ്റു എത്ര ബോണ്ടഡ് ഇലക്ട്രോൺസ് ആണ്, എത്ര ബോണ്ടഡ്, 1 2 3 4. അങ്ങനെയാണെങ്കിൽ 8 ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ടാവും. വിച്ച് ഇസ് ബേസിക്കലി എന്താണ്, 6 മൈനസ് 2 മൈനസ് 4 എത്രയായിരിക്കും, 0. ഫോർമൽ ചാർജ് എന്താണ്, 0 ആണ്. സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, now the fourth one, which of the following molecules has highest value of percentage S character എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻ സെൻട്രൽ ആറ്റം. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി, ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ ഹൈബ്രിഡൈസേഷൻ കണ്ടുപിടിക്കാം എന്നുള്ളത് ഞാനൊരു വേറൊരു സെഷൻ ചെയ്യാം, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. ലെറ്റ്സ് സേ XeO3
എങ്ങനെ നമ്മൾ ചെയ്യുക നോക്കൂ, XeO3 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്സിജൻ എപ്പോഴും ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ വരയ്ക്കുക. ഇപ്പോൾ എത്ര ഇലക്ട്രോൺ യൂസ് ചെയ്ത് കഴിഞ്ഞു? സിനോണിൻ്റെത് 6 ഇലക്ട്രോൺ യൂസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നോക്കിയേ 1 2 3 4 5 6. ഇനി ബാക്കി എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? സിനോൺ എന്ന് പറയുന്നത് ഒരു നോബൽ ഗ്യാസ് ആണ്. അപ്പോൾ 2 ഇലക്ട്രോൺ ബാക്കി ഉണ്ടാവും. അവരെന്തായിരിക്കും? ലോൺ പെയർ ആയിരിക്കും. അപ്പോൾ ഇനി ഹൈബ്രിഡൈസേഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഹൈബ്രിഡൈസേഷൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് പ്ലസ് നമ്പർ ഓഫ് ലോൺ പെയർ. നമ്പർ ഓഫ് ലോൺ പെയർ എത്ര സിഗ്മ ബോണ്ടാണ്? 3 സിഗ്മ ബോണ്ടാണ്. ലോൺ പെയർ 1 ആണ്. അപ്പോൾ എന്തായിരിക്കും? ഹൈബ്രിഡൈസേഷൻ sp3 ആയിരിക്കും. അതായത് ഇവരുടെ പെർസെൻറ്റേജ് ഓഫ് എസ് ക്യാരക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? നോക്കൂ, എത്ര എസ് ഓർബിറ്റൽ ഉണ്ട് ഇവിടെ? ഒരു എസ് ഓർബിറ്റൽ ഉണ്ട്. ടോട്ടൽ എത്ര ഓർബിറ്റൽ ഉണ്ട്? 4 ഓർബിറ്റൽ ഉണ്ട് അല്ലേ? 1/4 × 100 എന്ന് വരും, വിച്ച് ഇസ് ബേസിക്കലി എന്തായിരിക്കും? 25% എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അതേപോലെ SF6 ആണെങ്കിൽ എങ്ങനെയായിരിക്കും? 6 സിഗ്മ ബോണ്ടാണ് അല്ലേ? 6 സിഗ്മ ബോണ്ട് ആകുമ്പോൾ എന്തായിരിക്കും? sp3d2 ആയിരിക്കും നമ്മുടെ ഹൈബ്രിഡൈസേഷൻ. ഇനി അതേപോലെ BeF2 എന്തായിരിക്കും? നോക്കിയേ, ദിസ് ഇസ് BeF2. 2 സിഗ്മ ബോണ്ടാണ്, ലോൺ പെയർ 0 ആണ്. അങ്ങനെയാണെങ്കിൽ 2 എന്ന് വരും. അതായത് ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും? sp ആയിരിക്കും. sp എന്ന് പറയുമ്പോൾ തന്നെ എന്തായിരിക്കും? 1/2 × 100 ആയിരിക്കും, വിച്ച് ഇസ് ബേസിക്കലി എന്തായിരിക്കും? 50% ആയിരിക്കും. ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ. എന്താ? എസ് മാത്രമായിട്ട് ഒരു ഹൈബ്രിഡൈസേഷൻ ഉണ്ടാവുമോ? ഇല്ല. മിനിമം എന്തായിരിക്കും? sp-യിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേപോലെ SF4 നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എന്ത് വരും? sp3d ആയിരിക്കും ഹൈബ്രിഡൈസേഷൻ വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 5th ക്വസ്റ്റ്യൻ നോക്കാം. വേവ് ഫങ്ഷൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ആൻഡ് മോളിക്യൂൾസ് ആർ കോൾഡ് വാട്ട്? ഓർബിറ്റൽസ്. ഇറ്റ് ഇസ് കോൾഡ് വാട്ട്? ഓർബിറ്റൽസ് എന്നാണ് നമ്മൾ വിളിക്കുക. എന്താണ് ആക്ച്വലി ഓർബിറ്റൽസ്? ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ബേസിക്കലി പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ ഇസ് മാക്സിമം. ഫൈൻഡിങ് ആൻ ഇലക്ട്രോൺ മാക്സിമം ഉള്ള സ്പേസിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഒരു ഓർബിറ്റലിൽ എത്ര ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? യെസ്, 2 ഇലക്ട്രോണിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. Now, 6th question. 1 AMU എത്ര ഗ്രാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 1 AMU എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1/12 മാസ് ഓഫ് 1 കാർബൺ C12 ആറ്റം. ഇങ്ങനെയാണ് നമ്മൾ 1 AMUനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. 1/12 ഇൻറ്റു ഇതിൻ്റെ വെയിറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. എത്രയാണ്? 1.992648 ഇൻറ്റു 10⁻⁻23 ഗ്രാം ആണ്. ബേസിക്കലി ഇത് സ്പെക്ട്രോസ്കോപ്പിയിൽ നിന്ന് കിട്ടുന്നതാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 1.66 ഇൻറ്റു 10⁻⁻24 ഗ്രാം എന്ന് കിട്ടും, വിച്ച് ഇസ് ഡിഫൈൻഡ് ആസ് വാട്ട്? 1 AMU. ഓപ്ഷൻ 1. Now, 7th one. The electronic configuration തന്നിട്ടുണ്ട്. ദിസ് റെപ്രസെൻറ്റ്, ഇത് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്? ആക്ച്വലി ഇത് ക്രോമിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണല്ലേ? നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഇതെന്തായിരിക്കും? അപ്പോൾ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഒന്നുമല്ല. 4s2-ൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നതാണോ? അല്ല, ഇതിങ്ങനെ തന്നെയാണ്. ഇവർ എക്സ്ട്രാ സ്റ്റേബിൾ ആണല്ലേ? ബിക്കോസ് ഓഫ് ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ. ഇതേപോലെ വേറെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. ആരായിരുന്നു? കൊപ്പർ, Cu29. എങ്ങനെയായിരുന്നു നമ്മൾ എഴുതുന്നത്? 4s1 3d10. എക്സ്ട്രാ സ്റ്റേബിൾ ആണ് ബിക്കോസ് ഓഫ് ഹാഫ് ഫിൽഡ് ആൻഡ് ഫുൾ ഫിൽഡ് കോൺഫിഗറേഷൻ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അയണൈസേഷൻ എൻതാൽപ്പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കുക. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദ സെറ്റ് റെപ്രസെൻറ്റിംഗ് കറക്റ്റ് ഓർഡർ ഓഫ് ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അയണൈസേഷൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരൊറ്റ കൺസെപ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. അലോങ് ദ പീരിയഡ് അയണൈസേഷൻ എൻതാൽപ്പി എന്താവും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എന്തുകൊണ്ടാണ്? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നു. ഡൗൺ ദ ഗ്രൂപ്പ് എന്തായിരിക്കും? ഡൗൺ ദ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ് ബിക്കോസ് സൈസ് ഇൻക്രീസസ്. അങ്ങനെയാണെങ്കിൽ നോക്കി നിങ്ങൾ ആദ്യത്തെ സെറ്റ് ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം. നോക്കി, ഡൗൺ ദ ഗ്രൂപ്പ് സൈസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അയണൈസേഷൻ എൻതാൽപ്പി ആർക്കായിരിക്കും? ഏറ്റവും കുറവ് പൊട്ടാഷ്യത്തിനായിരിക്കും. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓർഡർ വരിക ലിഥിയം, സോഡിയം, പൊട്ടാഷ്യം എന്നുള്ളതാണ്. പക്ഷേ നേരെ തിരിച്ചാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായിരിക്കും. ഇനി ഇതേപോലെ കാർബൺ, സിലിക്കൺ, ജെർമേനിയം. നോക്കി നിങ്ങൾ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? യെസ്, കാർബൺ വിൽ ഹാവ്
എഗെയിൻ ഇതെന്താണ്, തെറ്റാണ്. ഓക്കെ, ഇനി ബോറോൺ കാർബൺ നൈട്രജൻ, ബോറോൺ കാർബൺ നൈട്രജൻ അലോങ് ദ പീരീഡ് ആണ് ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കണം, യെസ് നൈട്രജൻ ആയിരിക്കണം. പക്ഷേ കൊടുത്തിരിക്കുന്നത് നേരെ തിരിച്ചാണ്. അപ്പോൾ സിംപ്ലി നമ്മുടെ ആൻസർ എന്തായിരിക്കും, യെസ് നോക്കൂ, ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം. യെസ്, ഏറ്റവും കൂടുതൽ ബെറിലിയത്തിനായിരിക്കും, ദെൻ മഗ്നീഷ്യം, ദെൻ കംസ് കാൽഷ്യം. 9th ക്വസ്റ്റ്യൻ, ഹാലജൻ ദാറ്റ് ക്യാൻ ബി ഈസിലി റിഡ്യൂസ്ഡ്. നോക്കൂ, ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്. SRP ടേബിൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ ലിഥിയത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ലിഥിയം വിച്ച് ഇസ് ദി ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും. ഇറ്റ് വിൽ ഹാവ് ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. ആൻഡ് ഫ്ലൂറിനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആയിരിക്കും. നോക്കിയേ, 2.87. ഫ്ലൂറിൻ ഹാസ് ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞാൽ, ലാർജർ ദി സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ഈസിലി ഗെറ്റ് റിഡ്യൂസ്ഡ്. അതായത് ഫ്ലൂറിൻ എന്ത് ചെയ്യും, 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് 2F- ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇത് വേറൊന്നുകൂടെ ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, അതായത് റിഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഈസിലി ഗെറ്റ് റിഡ്യൂസ്ഡ് ആണെങ്കിൽ ഇവരെന്തായിരിക്കും, ദേ വിൽ ആക്ട് ആസ് എ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഫ്ലൂറിൻ എന്താണ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അപ്പോഴും എന്തായിരിക്കും, ഫ്ലൂറിൻ ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഇനി എന്തായിരിക്കും, സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ എന്തായിരിക്കും, ലിഥിയം ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ലിഥിയം ലോവസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ആണ്, അതുകൊണ്ട് എന്തായിരിക്കും, സ്ട്രോങ്ങസ്റ്റ് റിഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. റൈറ്റ്, ഇനി 10th ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് POP ബോണ്ട് ഇൻ സൈക്ലിക് മെറ്റാഫോസ്ഫോറിക് ആസിഡ്. എങ്ങനെ വരയ്ക്കാം നമുക്ക്, ഇതാ H3PO3 ത്രൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് വരയ്ക്കാം. നോക്കൂ, ഇവിടെ P എന്തായിരിക്കും, ഇതാ ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ, സിംപ്ലി നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. യെസ്, ദിസ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ആൻഡ് H3PO3 നോക്കിക്കോളൂ, ഇവിടെ എന്തായിരിക്കും, OH വരും, ഇവിടെയും എന്ത് വരും, OH. ആൻഡ് ഹിയർ ഓൾസോ വിൽ ഹാവ് വോട്ട്, OH. ഫോസ്ഫറസിന് 5 ബോണ്ട് ഫോം ചെയ്യാൻ കഴിയും. നോക്കൂ, ഇവിടെ എന്തായിരിക്കും, H9, ഇവിടെ 3 എടുക്കുന്നതെങ്കിൽ H9P3O9 എന്ന് വരും. നോക്കൂ, 3 P ഉണ്ട്. അതേപോലെ ഓക്സിജൻ എണ്ണം 2, 4, 5, 7, 9 ഉണ്ട്. അതേപോലെ ഫോസ്ഫറസ് 3 ഉണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താണ്, POP ബോണ്ടാണ്. ഇതാ ഒരു POP ബോണ്ട്, രണ്ടാമത്തെ POP ബോണ്ട്, മൂന്നാമത്തെ POP ബോണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും, യെസ് 10, 3 ആയിരിക്കും ആൻസർ. നാ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്? കാർബൺ മെറ്റൽ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ദേ ആർ ആക്ച്വലി ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. നോക്കൂ, ഇവിടെ ലിഥിയം മെത്തോക്സൈഡ്, ഇതാ ലിഥിയം മെത്തോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഡയറക്റ്റ് ബോണ്ടില്ല, ഇതെന്തായിരിക്കും, ഒരു ലിഥിയത്തിൻ്റെ ഒരു സോൾട്ട് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക, ലിഥിയത്തിൻ്റെ സോൾട്ട് ആയിട്ട് ആക്ട് ചെയ്യും. സോ ദിസ് ഇസ് നോട്ട് ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്. ഇനി എന്തായിരിക്കും, ലിഥിയം അസറ്റേറ്റ്, ഇതും എന്ത് തന്നെയാണ്, CH3COO- ലിഥിയം അസറ്റേറ്റ്. ഇതിനെയാണ് നമ്മൾ അസറ്റേറ്റ് എന്ന് വിളിക്കുന്നത്. CH3COO- നമ്മൾ എന്ത് വിളിക്കുന്നു, അസറ്റേറ്റ് എന്ന് വിളിക്കുന്നു. ഇനി ലിഥിയം ഡൈമീഥൈൽ അമൈഡ്, അതെന്താണ്, ഇതാ ലിഥിയം ഡൈമീഥൈൽ അമൈഡ്. ഇവിടെ എന്തായിരിക്കും, ഇവിടെയും ഒരു കാർബൺ മെറ്റൽ ബോണ്ട് ഇല്ല, ഇതും എന്തല്ല, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് അല്ല. ഇനി മീത്തൈൽ ലിഥിയം ആകുമ്പോഴോ, യെസ് ദിസ് ഈസ് ആൻ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട്, ഡയറക്റ്റ്ലി കാർബണുമായിട്ട് ബോണ്ട് ഉണ്ട് മെറ്റലിന്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിരിക്കും, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ആയിരിക്കും. യെസ്, വേറെ ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ട് ഏതൊക്കെയാണ്, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, RMgX അല്ലേ, സീസസ് സോൾട്ട്, ഇതൊക്കെ എന്താണ്, ഒരു ഓർഗാനോമെറ്റാലിക് കോമ്പൗണ്ടിന് എക്സാമ്പിളാണ്, ഒന്ന് ആലോചിച്ച് വെക്കുക. യെസ്, അടുത്തത്, വെൻ എക്സസ് അമോണിയ സൊല്യൂഷൻ ഈസ് ആഡഡ് ടു CuSO4 സൊല്യൂഷൻ. നോക്കൂ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1-2 കാര്യങ്ങൾ ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരാം. CuSO4 സൊല്യൂഷനിലേക്ക് അമോണിയ ആഡ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വോട്ട്, CuNH3 4 2+ എന്ന് നമുക്ക് കിട്ടും. ആൻഡ് ദിസ് വിൽ ഹാവ് ഡീപ്പ് ബ്ലൂ
കളർ കിട്ടുന്നതായിരിക്കും. ഇതും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. ഇനി ഇവരുടെ ഹൈബ്രിഡൈസേഷൻ ചോദിക്കാം. ഹൈബ്രിഡൈസേഷൻ ചോദിക്കുമ്പോൾ എന്താണ് നോക്കൂ, CuNH3 2+ ആണല്ലോ. എന്തായിരിക്കും? Cu2+ ആണ്. Cu എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 4s1 3d10 ആയിരിക്കും. അപ്പോൾ Cu2+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? യെസ്, ദിസ് വിൽ ബി 3d9. 3d9 ആണെങ്കിൽ നോക്കി 5 ഓർബിറ്റൽ ഉണ്ടാകുമ്പോൾ is 1 2 3 4. Okay, so we'll have something like this. Okay, d9 ഇവിടെ എന്തുണ്ടാവും? 4s ഉണ്ടാവും. അതേപോലെ ഇവിടെ 4p ഉണ്ടാവും. 3d 4s ആൻഡ് 4p. ഓക്കെ, ഇവിടെ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വേക്കൻ്റ് ഓർബിറ്റൽ കാണാനില്ല. പക്ഷേ ഇവിടെ എന്ത് സംഭവിക്കുക കഴിഞ്ഞാൽ ഈ 3d ഓർബിറ്റലുള്ളത് ഈ p സബ്ഷനിലേക്ക് ജമ്പ് ചെയ്യും. അതായത് ഈ വേക്കൻ്റ് ഈ d ഓർബിറ്റൽ എന്തായിരിക്കും? ആക്ച്വലി വേക്കൻ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? DsP2 ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് VBT അറിയാമെങ്കിൽ ഈ എക്സെപ്ഷൻ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ sp3 എന്ന് എഴുതും, വിച്ച് ഇസ് ആക്ച്വലി എന്താണ്? റോങ് ആണ്. എന്തായിരിക്കും? DsP2 ആണ്. ഒരു എക്സെപ്ഷൻ ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കോമ്പൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, ഇവിടെ ആക്ച്വലി ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ആക്ച്വലി ഇത് 3 എന്ന് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. K3 എന്തായിരിക്കും? Al(C2O4) ത്രൈസ് ആയിരിക്കും കേട്ടോ. എന്തെന്നാൽ ഇത് +3 ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? -3 ആയിരിക്കണം. ഇവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? ഓക്സലേറ്റോയുടെ ചാർജ് -2 ആണ്. അപ്പോൾ -2 × 3 എന്ത് വരും? -6 + x -3 എന്ന് വരും. ദിസ് ഇസ് ആക്ച്വലി -3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? +3 ആയിരിക്കും. +3. അപ്പോൾ ഇതിൻ്റെ പേരെന്തായിരിക്കും? സിംപ്ലി നമുക്ക് എഴുതാം പൊട്ടാഷ്യം ട്രൈ ഓക്സലേറ്റോ. പൊട്ടാഷ്യം ട്രൈ ഓക്സലേറ്റോ, ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പൊട്ടാഷ്യം ആദ്യം നമ്മൾ എന്ത് എഴുതണം? കാറ്റയോൺ എഴുതണം. പിന്നെ ട്രൈ ഓക്സലേറ്റോ ആൻഡ് ഇതെന്താണ്? ആനയോണിക് കോംപ്ലക്സ് ആണ് അല്ലേ? ആനയോണിക് കോംപ്ലക്സ് ആകുമ്പോൾ അലൂമിനിയം എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് എഴുതണം? അലൂമിനേറ്റ് എന്ന് എഴുതണം. അലൂമിനേറ്റ് എന്താണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്? +3 ആണ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. നൗ 14. എ കോമ്പൗണ്ട് വിത്ത് മോളിക്കുലർ മാസ് 1112. നോക്കൂ, എന്നിട്ട് ഈ ബാൻഡ്സ് ഒക്കെ തന്നിട്ടുണ്ട്, NMR പറഞ്ഞിട്ടുണ്ട്, ഐഡൻറ്റിഫൈ ദി കോമ്പൗണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ നോക്കേണ്ടത്? ഈ ബാൻഡ്സ് ഒന്നുമല്ല, ഇവിടെ എന്ത് ചെയ്യുക? മോളിക്കുലാർ വെയിറ്റ് നോക്കുക. മോളിക്കുലാർ വെയിറ്റ് തന്നിരിക്കുന്നത് 112 എന്നാണ്. അപ്പോൾ എന്തായിരിക്കും? ബെൻസീൻ എന്ന എന്താണ്? C6H6 ആണല്ലേ? അങ്ങനെ ആകുമ്പോൾ 72 + 6 എത്ര വരും? 78. ഇങ്ങനെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സൈക്ലോ ഒക്ടെയിൻ ആയിരിക്കും 112 മോളിക്കുലാർ മാസ് ഉണ്ടാകുക. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്തായിരിക്കും? എ ആയിരിക്കും. ഇതൊക്കെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തന്നതാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 14 എന്താണ്? എ. നൗ 15. ദ കോംപ്ലക്സ് അയോൺ, ഇവിടെയും CR ഇത് എന്താണ്? ബേസിക്കലി ഇതെന്തായിരിക്കും? CrH2 ആയിരിക്കും. കോർഡിനേഷൻ നമ്പർ എന്തായിരിക്കും? 6 ആയിരിക്കും കേട്ടോ. ഇതെന്തോ മിസ്റ്റേക്ക് പറ്റുന്നതാണ്. ഓക്കെ, ഹാസ് D ഓർബിറ്റൽ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എത്രയാണ്? ഇവരുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എനർജി എന്ന് പറയുന്നത് 169 kJ/mol ആണ്. ദിസ് ഇസ് ആക്ച്വലി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അറ്റ് വാട്ട് വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമ്പിളാണ്, നമുക്ക് അറിയാം ഇക്വേഷൻ ഈസ് ഈക്വൽ ടു hc/λ ആണ്. ഈ തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ലാംഡ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ hc/E എന്ന് നമുക്ക് കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഈസ് ഈക്വൽ ടു hν എന്നാണല്ലോ ഇങ്ങനെ വരിക. ഈസ് ഈക്വൽ ടു hν hc/λ. ഈ hν എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ഫോട്ടോണിൻ്റെ എനർജിയാണ്? ഇത് ആക്ച്വലി എനർജി ഓഫ് 1 ഫോട്ടോൺ ആണ്. എനർജി ഓഫ് 1 ഫോട്ടോൺ. ഓക്കെ, ഈസ് ഈക്വൽ ടു hν എന്ന് നമ്മൾ എഴുതുമ്പോൾ ഇറ്റ് റെപ്രസെൻറ്റ്സ് ആക്ച്വലി എനർജി ഓഫ് 1 ഫോട്ടോൺ. പക്ഷേ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? എനർജി ഓഫ് 1 മോൾ ആണ്. അതായത് നമ്മൾ ലാംഡ കണ്ടുപിടിക്കുമ്പോൾ ബേസിക്കലി എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ജസ്റ്റ് ആലോചിച്ച് വെച്ചാൽ മതി. ബാക്കിയൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. ഓക്കെ, അതായത് പറഞ്ഞ് മനസ്സിലായോ? ഈ ഈസ് ഈക്വൽ ടു hν എന്ന് പറഞ്ഞാൽ എനർജി ഓഫ് 1 ഫോട്ടോൺ ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷേ നമ്മുടെ എനർജി എന്താണ്?
പെർ മോളിലാണ് തന്നിരിക്കുന്നത്. 169 കിലോ ജൂൾ പെർ മോൾ. അതായത് നമുക്ക് ഒരു മോളിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി ബാക്കിയൊക്കെ ഈസിയാണ്. ലാംഡ എന്ന് പറയുന്നത് എന്തായിരിക്കും? യെസ്, ലാംഡ ഇസ് ഈക്വൽ ടു HC/E ഇൻറ്റു 6 ഇൻറ്റു 10⁻23. ഈ HCയുടെ വാല്യൂ വരുന്നത് 2 ഇൻറ്റു 10⁻⁻25 ആണ് കേട്ടോ. ഇതൊന്ന് നിങ്ങൾ ആലോചിച്ച് വെക്കുക. എങ്ങനെയാണ് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ പ്ലാങ്ക് കോൺസ്റ്റന്റ് എന്താണ്? 6.626 ഇൻറ്റു 10⁻⁻34, 3 ഇൻറ്റു 10⁻8. അപ്പോൾ 6.6 ഇൻറ്റു 3 എന്ത് വരും? അറൗണ്ട് ഒരു 20 വരും. ഇനി ഇതെന്തായിരിക്കും? 10⁻⁻26 വരും, അല്ലെങ്കിൽ 2 ഇൻറ്റു 10⁻⁻25. അപ്പോൾ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 10⁻⁻25, പിന്നെ വേറെ എന്ത് വരും? യെസ്, ഇൻറ്റു 6 ഇൻറ്റു 10⁻23 ഡിവൈഡഡ് ബൈ ബാക്കി എന്താണുള്ളത്? 160. എത്രയാണ്? 169 കിലോ ജൂളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം. 169 ഇൻറ്റു 10⁻3. അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യെസ്, 12 ഇൻറ്റു 10⁻⁻2 ഡിവൈഡഡ് ബൈ 169 ഇൻറ്റു 10⁻3. അപ്പോൾ എന്തായിരിക്കും? ഇവിടെ 10⁻12/169. ഇതിനെ എനിക്ക് എന്ത് എഴുതാം? 1.69 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അതായത് 1.69 ഇൻറ്റു 10⁻5 എന്ന് എഴുതാം, ഇൻറ്റു 10⁻². ഓക്കെ, ബേസിക്കലി ഞാനിത് എഴുതിയത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഒക്കെ നാനോമീറ്ററിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ഇത് ഇങ്ങോട്ട് വരുമ്പോൾ 12/1.69 ഇൻറ്റു 10⁻⁻7 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 12/2 എന്തായിരിക്കും? 6 ആയിരിക്കും അല്ലേ? ഞാൻ പറയുന്നത് 12/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? 6 ആയിരിക്കും. അപ്പോൾ 2വിനേക്കാളും കുറച്ച് കുറഞ്ഞ വാല്യൂ ആണ്. അതായത് ബേസിക്കലി എന്ത് വരും? 7 എന്നുള്ളൊരു ആൻസർ വരും. 7.07 ആണെന്ന് വിചാരിക്കുക, ഇൻറ്റു 10⁻⁻7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനെ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? എങ്ങനെയാണ് ഈ 7.07 എന്ന് ഞാൻ എഴുതിയത്? എൻ്റെ ഓപ്ഷൻ നോക്കിയിട്ടാണ് കേട്ടോ. എല്ലാം എന്താണ്? 7 എന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നാനോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 707 ഇൻറ്റു 10⁻⁻9 മീറ്റർ, അല്ലെങ്കിൽ 707.4 നാനോമീറ്റർ എന്ന് ആൻസർ വരും. ഓപ്ഷൻ എ. നൗ 16th ക്വസ്റ്റ്യൻ. The method of electrolytic refining is not suitable for the extraction of എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് ഇങ്ങനെയാണ് പറയുന്നത്. ഇവിടെ എന്തെടുക്കും? നമ്മൾ ഒരു ഇംപ്യുവർ മെറ്റൽ എടുക്കും, വിച്ച് ഇസ് ആക്ടിങ് ആസ് വോട്ട്? ഒരു ആനോഡ്. അതായത് ലെറ്റ്സ് സേ ഇവിടെ ആനോഡിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഇംപ്യുവർ ആയിട്ടുള്ള കോപ്പർ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവർക്ക് എന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ സംഭവിക്കും. Cu2++2 ഇലക്ട്രോൺ ആകും. എന്നിട്ട് ഈ Cu2+ എന്തായിരിക്കും? കാത്തോഡിൽ എന്തായിരിക്കും? കാത്തോഡിൽ റിഡക്ഷൻ നടക്കും. ഈ ഇംപ്യുവർ, ഇതെന്താണ്? ഇംപ്യുവർ ആയിരുന്നു. ഇംപ്യുവർ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് Cu2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് വരും. ഈ Cu2+ എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്തിട്ട് പ്യുവർ Cu ആയിട്ട് മാറും. പ്യുവർ Cu ആയിട്ട് ഇവിടെ കൺവേർട്ട് ആവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഓക്സിഡേഷൻ സംഭവിക്കുമ്പോൾ ഈ റോഡ് എന്താവും? തിന്നായിട്ട് വരും. ഇവരെന്താവും? ബൾക്കി ആയിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. പക്ഷേ ഇത് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെർക്കുറിയാണ്. എന്തുകൊണ്ടാണ്? മെർക്കുറി ആക്ച്വലി ലിക്വിഡായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. റൂം ടെമ്പറേച്ചറിൽ മെർക്കുറി എന്താണ്? ലിക്വിഡായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യാൻ എന്തായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ അലൂമിനിയം, സിൽവർ ഒക്കെ നമുക്ക് ഇതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 17. ബയോ ഇനോർഗാനിക് എന്ന് ഡയറക്റ്റ് ആയിട്ട് 2-3 ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാമിലും കാണുന്നുണ്ട്. ആ പോർഷൻ എന്തായാലും കവർ ചെയ്തിട്ട് പോവുക. ഓക്കെ, ബയോളജിക്കൽ ഫംഗ്ഷൻ ഓഫ് കാർബോണിക് എൻഹൈഡ്രേസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്തായിരിക്കും? ഇൻ്റർ കൺവേർഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് കാർബോണിക് ആസിഡ്, അല്ലെങ്കിൽ കാർബണേറ്റ്. CO2-വും അതേപോലെ കാർബോണിക് ആസിഡും. ഓക്കെ, ഇവരുടെ മെറ്റൽ ആറ്റം എന്തായിരിക്കും? സിങ്ക് ആയിരിക്കും എന്നുള്ള കാര്യം കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. ഓക്കെ, ഇനി കാർബോക്സി പെപ്റ്റിഡേസ് എ ആണെങ്കിലോ? കാർബോക്സി പെപ്റ്റിഡേസ് എ ഇവരെന്താണ്? ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രോളിസിസ് ഓഫ് പെപ്റ്റൈഡ് ബോണ്ട്. എഗെയിൻ ഇവരുടെ സെൻട്രൽ മെറ്റൽ ആറ്റം എന്തായിരിക്കും? സിങ്ക് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിക്കുക കേട്ടോ. സെൻട്രൽ മെറ്റൽ ആറ്റം അല്ലെങ്കിൽ അയോൺ. ഓക്കെ, അപ്പോൾ ആരാണ് മെറ്റൽ ആറ്റം? അതേപോലെ
എന്താണ് ഇവരുടെ ഫംഗ്ഷൻ, ഇത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ക്ലോറോഫില്ലിൽ എന്തായിരിക്കും? മെഗ്നീഷ്യം ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലേ? മാച്ച് ദ ഫോളോയിങ് ആണ്. ഇപ്പം നമ്മൾ പറഞ്ഞു സിങ്ക് എവിടെയാണ്? കാർബോക്സി പെപ്റ്റിഡേസ് ആണ്. എഫ് ഇ എവിടെയാണ്? പെറോക്സിഡേസ് ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സി യു എന്താണ്? ഹീമോസയാനിൽ കാണപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എന്തായിരിക്കും? എ 2 ആണ്. യെസ്. ബി 3. യെസ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ബയോ ഇനോർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ലെക്ചർ ഞാൻ എന്തായാലും ചെയ്യാം. അതിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ലെക്ചർ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, 19 ഇതാ, ഇതും വളരെ സിമ്പിളാണ്. നമ്പർ ഓഫ് ATP മോളിക്യൂൾ ഹൈഡ്രോളൈസ്ഡ് വെൻ 3 Na+ അയോൺസ് ഇസ് പംപ്ഡ് ഔട്ട്. ഇതാ നോക്കൂ, 3 Na+ എന്ത് ചെയ്യുന്നു? പംപ്ഡ് ഔട്ട് ചെയ്യുന്നു. 2 K+ അയോൺ ഉള്ളിലോട്ട് വരുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ATP ആയിരിക്കും? 1 ATP. യെസ്, ഇറ്റ് ഈസ് 1 ATP. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. Now, the last one of the session. In the active site of many enzyme, metals are coordinated by the amino acid histidine. ഹിസ്റ്റഡീൻ എവിടെയൊക്കെ കാണാൻ പറ്റും? നമുക്ക് ഹീം യൂണിറ്റിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇൻ ഹിസ്റ്റഡീൻ ഡൊണേറ്റ് ദി ഇലക്ട്രോൺസ് ദാറ്റ് ഫോം ദ കോർഡിനേറ്റ് ബോണ്ട്. വിച്ച് എലമെന്റ് ഇൻ ഹിസ്റ്റഡീൻ ഡൊണേറ്റ്സ് ദി ഇലക്ട്രോൺ ടു ഫോം ദി കോർഡിനേറ്റ് ബോണ്ട്? നമ്മളോട് ആരെങ്കിലും പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇറ്റ് ഈസ് നൈട്രജൻ. ഓക്കെ, സോ ഈ സെഷനിൽ ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.